പിന്നീട് 2017 ഓസ്ട്രേലിയൻ ഓപ്പണും വിംബിൾഡൺ ടൈറ്റിലും അദ്ദേഹം നേടി. 2018 അദ്ദേഹം ഒന്നാം റാങ്കിൽ തിരിച്ചെത്തി. അതോടെ ഒന്നാം റാങ്കിലെത്തുന്ന ഏറ്റവും പ്രായമുള്ള ടെന്നീസ് പ്ലെയർ എന്ന റെക്കോർഡും അദ്ദേഹം നേടി. വിംബിൾഡൺ 2021 ശേഷം അദ്ദേഹം മറ്റു ടൂർണമെൻറ്റുകളിൽ മത്സരിച്ചിരുന്നില്ല. പിന്നീട് 11 ജൂലൈ 2022 അദ്ദേഹം അൺറാങ്ക്ഡ് പ്ലെയറായി. പിന്നീട് 15 സെപ്റ്റംബർ 2022 വിരമിക്കലും പ്രഖ്യാപിച്ചു. ഇനി അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ നോക്കാം. 5 വർഷം അദ്ദേഹം ATP പ്ലെയർ ഓഫ് ദി ഇയർ ആയി. അതുപോലെ 5 തവണ ITF വേൾഡ് ചാമ്പ്യനായി. സ്പോർട്സ് ഫ്രട്ടേണിറ്റിയിൽ ഫെഡററിൻ്റെ പോപ്പുലാരിറ്റി വളരെ വലുതാണ്. ഫെഡററിൻ്റെ വരവോടെ ടെന്നീസിൻ്റെ പോപ്പുലാരിറ്റി കൂടാനും തുടങ്ങി. സ്പോൺസർഷിപ്പുകൾ, പ്രൈസ് മണി എന്നിവയിൽ വളർച്ചയും ഉണ്ടായി. റോജർ ഫെഡറർ 20 ഗ്രാൻഡ് സ്ലാം ടൈറ്റിലുകൾ വിജയിച്ചിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ഏറ്റവും വലിയ സംഖ്യയാണ്. നൊവാക് ജോക്കോവിച്ച്, റാഫേൽ നദാലുമാണ് മുമ്പിലുള്ളവർ. 8 വിംബിൾഡൺ ടൈറ്റിലുകൾ അദ്ദേഹം നേടി. അതിൽ തുടർച്ചയായ 5 ടൈറ്റിലുകൾ. 5 തവണ US ഓപ്പൺ വിജയിച്ചിട്ടുണ്ട്. 6 തവണ ഓസ്ട്രേലിയൻ ഓപ്പണും 2009 ഫ്രഞ്ച് ഓപ്പണും 2014 ഡേവിസ് കപ്പും വിജയിച്ചു. ഹോപ്പ്മൻ കപ്പ് 2001, 2018, 2019 വിജയിച്ചു. ATP ടൂർ ഫൈനൽസ് 6 തവണ വിജയിച്ചു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഡബിൾസിൽ ഗോൾഡ് നേടി. 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ സിംഗിൾസിൽ വെള്ളിയും. ടെന്നീസിൻ്റെ ഓപ്പൺ എറയിലെ ചരിത്രം നോക്കുമ്പോൾ ടെന്നീസിൻ്റെ ഗോൾഡൻ ഏജിലേക്ക് എത്തിക്കാൻ ഫെഡറർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ടെന്നീസ് ഇതിഹാസങ്ങളായ നൊവാക് ജോക്കോവിച്ച്, റാഫേൽ നദാൽ, റോജർ ഫെഡറർ എന്നിവരുടെ കാലഘട്ടം എല്ലാവരിലും ഓർമ്മയുണ്ടാകും. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡററിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.